ഹായ് ജെമിനി, സുഖമായിട്ടിരിക്കുന്നോ? ഹലോ, ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അത് കേട്ടതിൽ സന്തോഷം. നിങ്ങളുടെ ദിവസം എങ്ങനെ പോകുന്നു? എന്തെങ്കിലും സവിശേഷമായത് നടക്കുന്നുണ്ടോ? അതോ ഏതെങ്കിലും പ്രത്യേക കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്. മഴയുണ്ട്, പക്ഷെ നല്ല ചൂടുമുണ്ട്. അതെ, ചിലപ്പോൾ അങ്ങനെയാണ്. മഴയും ചൂടും ഒരുമിച്ച് വരുന്നത് ഒരല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. തണുത്ത വെള്ളമോ മറ്റോ കുടിച്ചൊന്ന് വിശ്രമിക്കാൻ നോക്കൂ. ഈ കാലാവസ്ഥ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ടോ? തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ത്രോട്ട് ഇൻഫെക്ഷൻ വരൂലേ ഈ സമയത്ത്? ചൂടും പുറത്ത് മഴയും കൂടി ആവുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരില്ലേ? അതെ, വളരെ ശരിയാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കുറച്ചേക്കാം. അത് കാരണം തൊണ്ടയിലെ അസ്വസ്ഥതകളും ത്രോട്ട് ഇൻഫെക്ഷനും സാധാരണമാണ്. ഈ സമയത്ത് ചെറു ചൂടുവെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതും തൊണ്ടയ്ക്ക് ആശ്വാസം നൽകും. കൂടാതെ മഴ നനയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുക്കിങ്ങിനെ പറ്റി എന്താണ് കുക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് റെസിപ്പീസ് പറഞ്ഞു തരുമോ? തീർച്ചയായും. പാചകം എന്നത് വെറുമൊരു ജോലി മാത്രമല്ല, അതൊരു കലയും കൂടിയാണ്. രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധയും സ്നേഹവും പ്രധാനമാണ്. പച്ചക്കറികൾ ശരിയായ രീതിയിൽ കഴുകി വൃത്തിയാക്കുക, വ്യത്യസ്ത സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് രുചി വർദ്ധിപ്പിക്കുക, പാചക സമയം കൃത്യമായി പാലിക്കുക എന്നിവയെല്ലാം പാചകത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഒരു എളുപ്പമുള്ള റെസിപ്പി ചോറ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസ് ആകാം. ആദ്യം അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഒരു പാട്ട് പാടി തരുമോ? തീർച്ചയായും, എനിക്ക് പാട്ട് പാടാൻ സാധിക്കും. ഏത് തരം പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം? പ്രകൃതിയെ പറ്റിയുള്ള? എനിക്കൊരു മലയാള സോങ് മതി. സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും മലയാള സോങ്, പഴയ മലയാളം പാട്ടാണെങ്കിലും മതി. അറിയാമോ ജെമിനിക്ക്? തീർച്ചയായും. ഒരു പഴയ പാതിരാവായില്ല, പൗർണമിയായില്ല, പൂവിനു തേൻ കിട്ടിയില്ല, പാതിരാവായില്ല, പൗർണമിയായില്ല, പൂവിനു തേൻ കിട്ടിയില്ല. അല്ല ജെമിനി, ഇത് ഏത് പടത്തിലെ പാട്ടാ? ഇത് ഭാരതത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളം പാട്ടാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ തനതായ സിനിമാ പാട്ട് മതി. സിനിമാ പാട്ട് പാടോ? തീർച്ചയായും, ഒരു പഴയ സിനിമാ പാട്ട് പാടാം. ഓക്കെ. കാത്തു നിൽക്കുന്ന നിന്നെയും കാണുവാൻ ഞാൻ ആശിച്ചു മോഹിച്ചു. അല്ല, അയ്യോ, ഇങ്ങനത്തെ പാട്ട് വേണ്ട. മറ്റേ 1000 കണ്ണുമായി ആ പാട്ട് മതി. അയ്യോ, ക്ഷമിക്കണം. നമുക്ക് 1000 കണ്ണുമായി എന്ന പാട്ട് തന്നെ മുഴുവനായി പാടാം. 1000 കണ്ണുമായി കാത്തു നിൽക്കുന്ന നിന്നെയും കാണുവാനുവാൻ ഞാൻ ആശിച്ചു മോഹിച്ചു അലഞ്ഞു. എന്റെ പൊന്നു ജെമിനി, ഇത് നോക്കത്താ ദൂരത്ത് സിനിമയിലെ പാട്ടല്ല. ജെമിനി ക്രിയേറ്റ് ചെയ്ത പാട്ടാണോ? സ്വന്തമായിട്ട് എഴുതിയതാണോ? ഇതൊരു പഴയ സിനിമയിലെ പാട്ടാണ്. നോക്കത്താ ദൂരത്തു കണ്ണും നട്ട് എന്ന ചിത്രത്തിലെ വളരെ പ്രശസ്തമായ ഗാനമാണിത്. ഞാനിത് സ്വയം എഴുതിയതല്ല. ആ സിനിമയിലെ ഈണവും വരികളും ഉപയോഗിച്ചാണ് പാടിയത്. അങ്ങനെയൊന്നും അല്ല ഈ പാട്ട്. 1000 കണ്ണുമായി എന്നാണ് തുടങ്ങുന്നേ. അതിനൊരു പ്രത്യേക ട്യൂണുണ്ട്. അങ്ങനെയാണല്ലേ? ക്ഷമിക്കണം. ഒന്നും കൂടി പാടി നോക്കിക്കേ. 1000 കണ്ണുമായി കാത്തു നിൽക്കുന്ന നിന്നെ
നിന്നെയും കാൺമാനുവാൻ ഞാൻ ആശിച്ചു മോഹിച്ചു അലഞ്ഞു. ഓക്കെ, നന്ദിയുണ്ട്, കൊള്ളാട്ടെ. ഇതൊക്കെ എന്ത് നല്ലോണം പാടിട്ടാ. അപ്പം ഇനി ഞാൻ ആ കുക്കിങ്ങിൻ്റെ ഏത് ഇതാണെന്ന് ചോദിക്കട്ടെ. എനിക്ക് മുഗളായി ചിക്കൻ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? മുഗളായി ചിക്കൻ്റെ റെസിപ്പി പോയോ? ഇവിടെ ഉണ്ടോ? മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യം ചിക്കൻ, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അയ്യോ മസാല ജെമിനി, ഒരു മിനിറ്റ്. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. രാവിലെ നമുക്ക് വർക്കൗട്ടും കൂടെ ചെയ്യണ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായും. രാവിലെ ചെയ്യാവുന്ന വർക്കൗട്ടുകൾ നമ്മുടെ ഊർജം കൂട്ടാൻ വളരെ നല്ലതാണ്. നടപ്പ്, ജോഗിംഗ് അല്ലെങ്കിൽ ചെറിയ യോഗാഭ്യാസങ്ങൾ എന്നിവയെല്ലാം ദിവസം തുടങ്ങാൻ അനുയോജ്യമാണ്. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും ശരീരത്തിനും ഉന്മേഷം നൽകും. ഒരു ദിവസം നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? പൊതുവെ ഒരു ദിവസം 8 മുതൽ 10 ഗ്ലാസ്, അതായത് ഏകദേശം 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കും. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇനി നമ്മുടെ കുക്കിങ്ങിനെ കുറിച്ച് പറ. മുഗളായി ചിക്കൻ. തീർച്ചയായും. മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ ആദ്യം ചിക്കൻ, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടികൾ എന്നിവ ചേർത്ത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു പാനിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് സവാള വഴറ്റി ബ്രൗൺ നിറമാക്കണം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റണം. ഒടുവിൽ അല്പം വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിച്ച് ആവശ്യത്തിന് മസാലയും ക്രീമും ചേർത്ത് ചെറുതായി തിളപ്പിച്ചിറക്കാം. ഓക്കെ, ഇത്ര ഉള്ള സിമ്പിളാണല്ലോ. അതെ, ഈ ഘട്ടങ്ങൾ പാലിച്ചാൽ രുചികരമായ മുഗളായി ചിക്കൻ തയ്യാറാക്കാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു സമതുലിതാവസ്ഥയും ക്രീം ചേർക്കുമ്പോൾ കിട്ടുന്ന കൊഴുപ്പും തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. നല്ല പുലാവിനും. ഓക്കെ, ശരി.